ഹായ്, നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചു. നമ്മൾ ഷോ കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. പലരും പല രീതിയിലാണ് ഷോനെ അപ്രോച്ച് ചെയ്യുന്നത്. പലർക്കും പല ആശയങ്ങളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും, ചിന്താരീതികളുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ആരെ വേണമെങ്കിലും വിമർശിക്കാം. അതായത് വിഷയത്തിനനുസരിച്ചിട്ട് അവനവന്റെ അഭിപ്രായം പറയാം, വിമർശിക്കുകയൊക്കെ ചെയ്യാം. അപ്പോ ഈ വിമർശിക്കാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവും. വ്യക്തിഹത്യ എന്നുള്ളൊരു രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ഒരു മര്യാദ കീപ്പ് ചെയ്യണം. ഇത് ഞാൻ പറയുന്ന സമയത്ത് ഒരു ഉപദേശമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഉപദേശിക്കുകയല്ല, ഞാനൊരു റിയാലിറ്റി പറയുകയാണ്. ജെന്യുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയുകയാണ്. ഒരു മര്യാദ കീപ്പ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഷോവിനൊക്കെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള വൈബായിരിക്കും. ഓൾറെഡി ഷോ ടോക്സിക് ആണ്. ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ പ്രേക്ഷകർ ഈ ഷോവിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തെങ്കിലും കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ട്, ഇമോഷൻസ് ഒന്ന് കൺട്രോൾഡ് ആയിട്ട് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് പലപ്പോഴും അത് വൾഗർ ആവാറുണ്ട്. എല്ലാവർക്കും ഫാൻസ് ഉണ്ടാവും, നല്ലതും ഉണ്ടാവും, ടോക്സിക് ആയിട്ടുള്ള ഫാൻസും ഉണ്ടാവും. അപ്പൊ ഇവര് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ വ്യക്തിഹത്യ എന്നുള്ള ലെവലിൽ കണ്ടസ്റ്റൻസിനെയും അവരുടെ കുടുംബത്തിനെയും അല്ലെങ്കിൽ ഈ ഫാൻസുകാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. സോ അത് ഒരു അഭംഗിയുണ്ട് പലപ്പോഴും കാണുന്ന സമയത്ത്. വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് നല്ല രീതിയിൽ അടിക്കാറുണ്ട്. കമന്റ് ബോക്സ് ആണെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഷോ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലൊക്കെ പല കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ വിമർശിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പൊ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഷോ കഴിഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദിസ് എ ഗെയിം ഷോ. അപ്പൊ ഗെയിം ഷോ കഴിയുന്ന സമയത്ത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെയും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ ചീത്ത വിളിക്കാൻ വേണ്ടി പോവുക, വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് രൂപത്തിലാണെങ്കിലും അവരുടെ ഇൻബോക്സിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും അവരെ ഹരാസ് ചെയ്യുക, ബുള്ളി ചെയ്യുക, തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മളും മനുഷ്യന്മാരാണ്, അല്ലെ? നമ്മളും മനുഷ്യന്മാരാ, നമ്മളും ശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനുഷ്യന്മാരാ, അതിന്റെ അകത്തേക്ക് പോയിരിക്കുന്നവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ആ രീതിയിൽ വേണം അവരെയും കൺസിഡർ ചെയ്യാൻ നമ്മൾ. അപ്പോൾ വ്യക്തിഹത്യ എന്നുള്ള ലെവലിലേക്ക് അതിന്റെ അകത്ത് നിൽക്കുന്ന സമയത്തും നമ്മൾ പോകേണ്ട കാര്യമില്ല. അവർ ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇറങ്ങിയതിന് ശേഷമെങ്കിലും നമ്മൾ എന്താണ് അത്തരത്തിലുള്ള ലെവലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ബിക്കോസ് അവർക്കാണെങ്കിലും പുറത്ത് ഫാമിലി ഉണ്ട്, അതേപോലെ അവർക്കും ലൈഫ് ഉണ്ട്, ജോലി കാര്യങ്ങൾ, അത് ഇത് കരിയർ ഉണ്ട്. അപ്പൊ അവരെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടില്ല. ചീത്തയും തെറിയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അവരെ ആ സ്റ്റേജിലേക്ക് നമ്മൾ കാരണം ആ ഒരു ദുരന്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഷോ കഴിഞ്ഞു, ഇനി വെറുതെ വിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ ഞാനാണെങ്കിലും ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ഇനി ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പിസോഡിന്റെ അകത്ത് കണ്ട കാര്യങ്ങൾ ആ കണ്ടസ്റ്റൻസിനെ വിമർശിക്കും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും, വിഷയം അനുസരിച്ച് സംസാരിക്കും. അതിന്റെ അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മിണ്ടെന്നല്ലാതെ ഞാൻ വേറെ അവരുടെ ലൈഫിൽ എന്ത് അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കുത്തിപ്പോക്കാൻ വേണ്ടിയിട്ട് പോകാറൊന്നുമില്ല. പിന്നെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമാശ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ നമ്മളൊരു വ്യക്തിഹത്യ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ പോകാറില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. സോ കീപ്പ് ചെയ്യുക മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ എന്താണ് പറയാനുള്ളത്? ശരിയാണ്, നമ്മളിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് ഇതിപ്പോ 7ാമത്തെ സീസണായി. ഇപ്പൊ ഞാൻ വലിയ പുണ്യാളനായിട്ട് പറയുന്നല്ല കേട്ടോ. രണ്ടാമത്തെ സീസണിൽ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് യൂട്യൂബിലായിരുന്നില്ല, FB യിൽ മറ്റൊരു പേജിലാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്
ഇപ്പൊ സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഭയങ്കര കളിയാക്കലും അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടായിരിക്കും ഞാൻ വിമർശിക്കുക. അപ്പോൾ വന്ന് തെറിയൊന്നും വിളിക്കുകയായിരുന്നില്ല, പക്ഷെ എക്സ്ട്രീം ആയിട്ട് കളിയാക്കലും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു പോഞ്ഞാട്ട പരിപാടി എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട് അത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കയ്യടി കിട്ടുമായിരുന്നു. എന്റെ വീഡിയോ ആ സമയത്ത് ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ എൻജോയ് ചെയ്തിരുന്നു. അപ്പൊ അതൊരു ലഹരിയായി മാറി. ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ലഹരി. പക്ഷെ അന്ന് ചെയ്തത് ഞാൻ വളരെ വലിയൊരു തെറ്റാണെന്നുള്ളത് പിന്നെ മനസ്സിലാക്കി. ആഹ് ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്തിട്ട്. കാരണം പിന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ വ്യക്തിത്വത്തോട് തന്നെ ഒരു കുറ്റം തോന്നാൻ തുടങ്ങി. കാരണം വേദനിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്, മറ്റ് കണ്ടസ്റ്റൻസിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഓവറായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്തിട്ടാണല്ലോ ദൈവമേ ഞാൻ എന്താ പറയാ റീച്ച് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തോന്നി പോകുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഞാൻ പരിപാടി നിർത്തിയതാണ്. സെക്കൻഡ് സീസൺ ഞാൻ ചെയ്തു, ഞാൻ ആ രീതി അങ്ങനെ മാറ്റി. പിന്നെ തേർഡ് സീസൺ ആണെങ്കിലും ഫോർത്ത് സീസൺ ആണെങ്കിലും ഫിഫ്ത് സീസൺ ആണെങ്കിലും ഓഫ് കോഴ്സ് ജെനുവിൻലി അഭിപ്രായങ്ങൾ പറയും. പക്ഷെ അതിന്റെ മേളിലേക്ക് ഇത് ഇമോഷണലി ഭയങ്കരമായിട്ട് എടുത്തിട്ട് ആം, ആം, ഞാൻ ഒരു വ്യക്തിഹത്യ അല്ലെങ്കിൽ ഓവറായിട്ട് ഒരാളെ കളിയാക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ പോവാറില്ല. അത് ഞാൻ തേർഡ് സീസൺ തൊട്ടിട്ട് ഇപ്പൊ സെവൻത് സീസൺ വരെ എന്താ പറയാ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോ എന്റെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അന്നത്തെ കാലത്തൊക്കെ. അപ്പൊ ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് അത് പറയുകയാണ് കേട്ടോ. ഞാൻ തിരുത്തിയ സ്ഥിതിക്ക് ഞാൻ അത് ഓപ്പൺ ആയിട്ട് ഇപ്പൊ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇത് കാണിക്കുകയാണ്. അപ്പൊ എനിക്ക് എല്ലാവരോടും അതാ പറയാനുള്ളത്. നമ്മള് അവരെ മനുഷ്യന്മാരായിട്ട് കൂട്ടുക. അവർക്കും ഫാമിലി ഉണ്ട്. നമ്മൾ ഓരോന്ന് പറയുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചിട്ട് അവരുടെ ഫാമിലിയും ഇതൊക്കെ ബാധിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പോ ശരിയാണ്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോന്റെ അകത്ത് പറഞ്ഞിരുന്നു, കണ്ടസ്റ്റൻസ് അതിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് 1008 തവണ ചിന്തിക്കണം. അതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ തെറിവിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കിത് പുറത്തിറങ്ങിയാൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എനിക്ക് ബലമുണ്ട്, ഞാൻ അവിടെ വീണ് പോവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഇത് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഇല്ലെങ്കിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അവസാനം എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പറഞ്ഞത് ഒരു റിയാലിറ്റി തന്നെയാണ്. എനിക്ക് എന്റെ ആ നിലപാടിന് യാതൊരു മാറ്റവും ഇല്ല. ബിക്കോസ് അത് എന്താ പറയാ, നമ്മൾ എത്രയൊക്കെ ഇത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഹ് അടുത്ത സീസണൊക്കെ വരുന്ന സമയത്ത് വീണ്ടും ആൾക്കാര് ഈ പറഞ്ഞ സൈബർ അറ്റാക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ഷോവിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ആഹ് നമുക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റുള്ളൂ അതങ്ങനെ ചെയ്യുന്നത് മോശമാണ്, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനേ പറ്റുള്ളൂ. ബട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതെന്തായാലും തുടർന്നുകൊണ്ടിരിക്കും. സോ കണ്ടസ്റ്റൻസിന് പോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തി മൾട്ടിപ്പിൾ ടൈംസ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇതിന്റെ അകത്തേക്ക് പോവുക എന്നുള്ളതാണ്. ബിക്കോസ് അതിന്റെ അകത്ത് പോയി ഇറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് ആവുമോ പോസിറ്റീവ് ആവുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പോസിറ്റീവ് ആയ സുഖം, നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഈ ഡിപ്രഷനും അല്ലെങ്കിൽ വല്ലാത്തൊരു ഗതികെട്ട മാനസികാവസ്ഥയിലൂടെ ഒക്കെ സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് പ്രേക്ഷകരോട് തന്നെയാണ്, ഇമോഷണലി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഫേവറേറ്റ്സ് ഉണ്ടാവുകയായിരിക്കും പല പല, അങ്ങനെയല്ലേ ഷോ. പല പല ആശയങ്ങളുള്ള ആൾക്കാര്, വ്യത്യസ്തമായ ചിന്തകളുള്ള ആൾക്കാര്, അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാര്, പല എന്താ പറയാ ജോലി ചെയ്യുന്ന ആൾക്കാര് ഒക്കെയാണ് ആ ഷോന്റെ അകത്തേക്ക് വരുന്നത്. അപ്പോ ഒരു സൊസൈറ്റിയിലുള്ള പല ആൾക്കാരുടെ കുറച്ച് പേര് അതിന്റെ അകത്ത് വന്ന് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ഷോ കാണുന്ന സമയത്താണെങ്കിലും ആൾക്കാർക്ക് ചില ആൾക്കാരായിട്ട് കണക്ട് ആവും, അല്ലെങ്കിൽ ചില ആൾക്കാരോട് ഒരു താല്പര്യക്കുറവ് വരും. ഇതെല്ലാം എന്താ പറയുക ഓർഗാനിക് ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. ബട്ട് നമ്മൾ എപ്പോഴും ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഗെയിം ഷോ ആണ്. നമ്മൾ ഇത് ഇമോഷണലി ഇതിനെ തലയ്ക്കകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സമയവും പോക്കാണ്. നമ്മുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നതും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഷോ കാണുക പോലും ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇല്ലെങ്കിൽ ബോറാവുന്നേ. മനുഷ്യന്മാരുടെ മനസ്സും വെച്ചിട്ടുള്ള കളി അതൊക്കെ. അപ്പോ നമ്മളത് മനസ്സിലാക്കി നിന്ന, അപ്പൊ ഞാനൊക്കെ ഇമോഷണലി, ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ ഇമോഷണലി ആയിരുന്നു സെക്കൻഡ് സീസണൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ പരിപാടി നിർത്തി. ഞാനിപ്പോ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഷോ കാണും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഈ സീസണിന്റെ അകത്ത് എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷാണ്. എന്റെ ചാനലിന്റെ അകത്ത് ഈ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും, അയ്യോ അനുമോൾ ചെയ്തിട്ടുള്ള കൂളത്തരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് പറയുമ്പോൾ ഞാൻ അവരെ ന്യായീകരിച്ചു എന്ന് പറയരുത്. അവര് ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ, ഇപ്പൊ ഗിസൈൽ ആര്യൻ വിഷയം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അക്ബറിന്റെ നേരെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ്, അല്ലെങ്കിൽ അവരുടെ ചില സമയത്ത്
ഉപയോഗിക്കുന്ന ചില വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് താല്പര്യം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഭയങ്കര ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നാത്തൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോള്. മനസ്സിലായ? എനിക്കിപ്പോ അവരുടെ ആശയത്തോടും അവരുടെ കാര്യത്തോടും ഒന്നും എനിക്ക് ഒരു താല്പര്യമില്ല. എന്നാലും എന്താ പറയാ, ഞാൻ എന്റെ ചാനലിന്റെ അത് അവർക്ക് അവരെ വിമർശിച്ചിട്ടുള്ള പോലെ തന്നെ അവരെ ഒരുപാട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് എഗെയിൻസ്റ്റ് വരുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും അതിന്റെ അകത്തുള്ള ബുള്ളിങ്ങിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അളവ് കൊണ്ട് ഞാൻ അനുമോളുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ആസ് എ പ്രേക്ഷകൻ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷാണ്. അയാൾ വലിയ ടോക്സിക് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ആരെയും എന്താ പറയാ അതിന്റെ അകത്ത് അങ്ങനെ ആരെയും വേദനിപ്പിച്ച് ഗെയിം കളിച്ച ഒരാളോ ഒന്നും അല്ല. അയാൾ അയാളുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് അയാൾ വളരെ ശാന്തമായിട്ടൊക്കെ നിന്ന് അങ്ങനെ പോയ ഒരാളാണ്. അപ്പോൾ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അനീഷാണ്. അനീഷ് കപ്പടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അനീഷാണ് എന്ന് കരുതിയിട്ട് ഞാൻ എന്താ പറയുക ഇമോഷണലി ഇതിനെ അങ്ങ് കണ്ട് എന്താണ് അയാളെ എല്ലാ കാര്യത്തിനും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അയാളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ അത് ചൂണ്ടിക്കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് ന്യൂട്രലായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് നല്ലത്. ന്യൂട്രലായിട്ട് ആരെയും തലയിൽ കയറ്റിയിട്ട് വല്ലാതെ വെക്കേണ്ടയും കാര്യമില്ല. അതേപോലെ തന്നെ ആരെയും 24 മണിക്കൂറും ഷോ തീരുന്നവരെ വിമർശിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ന്യൂട്രലായിട്ട് കാണുക, അവര് മനുഷ്യന്മാരാണെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കുക. നമ്മള് ആ രീതിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പകുതി മുക്ക പ്രശ്നങ്ങളും തീരും. മനസ്സിലായി? നമ്മളിത് ഇമോഷണലി എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇഷ്ടപ്പെട്ട കോൺവെർസേഷനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റത് പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോണ്ടല്ലോ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. എന്നാൽ നമ്മൾ ഇതിരുന്ന് ചിന്തിക്കുമ്പോഴോ നമ്മളിത് പറയുമ്പോഴോ നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അതുമില്ല. കുറെ ടൈം വേസ്റ്റ് ആണ്, എനർജി വേസ്റ്റ് ആണ്, മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് നേട്ടമൊന്നും ഇല്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള റിയാലിറ്റികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഷോവിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതി ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ തെറി വിളിക്കാനോ സൈബർ അറ്റാക്കോ ചെയ്യാനുള്ള ചിന്തേനെ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ന്യൂട്രൽ ആയിട്ട് ഈ ഷോവിനെ ഇമോഷണൽ അല്ലാതെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. അങ്ങനെ ഒന്ന് എന്താ പറയുക ഒരു മിതമായിട്ടുള്ള രീതിയിൽ ഇതിനെ കാണാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായ? പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആരും വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കേണ്ടത് അതാണ്. പലരെയും നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ആരെയും ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് കാണാൻ, കണ്ടസ്റ്റൻസ് എല്ലാവരും ആരും പുണ്യാളന്മാരോ അല്ലെങ്കിൽ ആരും പെർഫെക്റ്റോ അല്ലെങ്കിൽ എല്ലാവരും ക്രൂരന്മാരോ അങ്ങനെയൊന്നും അല്ല. ഒരു കണ്ടസ്റ്റൻസ് ആണ് അവരൊക്കെ. അപ്പോൾ നമുക്ക് അവർ വ്യക്തിപരമായിട്ട് അവരുടെ പേഴ്സണാലിറ്റി എന്താന്നുള്ളത് നമുക്ക് നേരിട്ടൊന്നും അവരെ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ വെച്ച് മാത്രം അനലൈസ് ചെയ്യുക വിടുക. അത് മതി. വിഷയത്തിനനുസരിച്ചിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക, വിഷയത്തിനനുസരിച്ചിട്ട് അഭിപ്രായം പറയുക, വിടുക. അതാണ് നല്ലത്. നമ്മൾ ഇത് കടന്നുറങ്ങാൻ വേണ്ടി പോണ സമയത്ത് ഇന്നലെ നടന്ന അത് ഇതെന്നൊക്കെ പറഞ്ഞ് തലയിൽ വെച്ച് കടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് നമ്മൾ ഇതന്നെ വെച്ച് എണീച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ മനസ്സിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ. മനസ്സിലായത്? തലച്ചോറിന്റെ അകത്ത് ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതും പറഞ്ഞ് ഇരിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ആക്ച്വലി ഉണ്ട്. ഇപ്പൊ 4ാമത്തെ സീസണിലൊക്കെ ഐ സ്റ്റിൽ റിമെമ്പർ, എന്തിനും 4ാമത്തേലേക്ക് പോകണു. 2ാമത്തെ സീസണിൽ രജിത് കുമാറിനെ എന്താ പറയാ അവിടെ 2 ദിവസം മാറ്റിയൊക്കെ നിർത്തിയ സമയത്ത് കുറെ വയസ്സായ അമ്മമ്മമാരും അതേപോലെ ഒരുപാട് ആൾക്കാർ എന്റെ ഇൻബോക്സിൽ, ഫേസ്ബുക്ക് ഇൻബോക്സിൽ, അന്ന് എനിക്ക് ഭയങ്കര റീച്ച് ആയിരുന്നു ഫേസ്ബുക്കിന്റെ അകത്ത്. അപ്പൊ അന്ന് എന്റെ ഇൻബോക്സിന്റെ അകത്ത് വന്നിട്ടായിരിക്കും ചോദിക്കുക രജിത് സാറിനെ തിരിച്ച് കയറ്റുമോ, രജിത് സാർ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇമോഷണലി ഇതിനെ കണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ടെൻഷൻ അടിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ ഇത് അങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ 4th സീസണിലാണെങ്കിലും റോബിന്റെ കേസിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയാ ഇതിനങ്ങനെ കണ്ട് ഇത് തലയെ വെച്ച് നടക്കുന്ന ഒരു പ്രവണത കുറെ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പോ ഇത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അവനവന്റെ ഹെൽത്തിനെ കൂടി ബാധിക്കുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ശരിക്ക് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാന്നാണ് എനിക്ക് പറയാൻ ആക്ച്വലി ഉള്ളത്. ഇത് ഞാൻ വെറുതെ ഇരുന്ന് പ്രസംഗിക്കുകയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ഇപ്പോ അന്തകാലം തൊട്ട് ഇന്നകാലം വരെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റേതായ ഒരു എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ഞാൻ ചിലപ്പോൾ അടുത്ത സീസൺ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഞാൻ ചിലപ്പോൾ
ട്രിം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ആ മിസ്റ്റേക്സിൽ നിന്നാണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ ചുരുക്കി ചുരുക്കി ഇപ്പോ എന്റെ രീതികളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, എന്റെ വാക്കുകളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ, അത് തിരുത്തിയിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ എങ്ങനെ ആവരുത് എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ് എനിക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രേക്ഷകരോട്. സോ വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഷോവിനെ നിങ്ങൾ വെറും ഷോ ആയിട്ട് മാത്രവും അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ വ്യക്തിപരമായിട്ട് എടുക്കാതെ കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രം എടുക്കുകയും സംസാരിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരും തലയിൽ വെക്കാനും തോന്നില്ല, അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിഹത്യ എന്നുള്ള ലെവലിലേക്ക് വിമർശിച്ചു പോകാനും തോന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ പറയണോ മാത്രം. അടുത്ത സീസൺ ആയാലും ഇതൊക്കെ തുടരും. ഇത്രയേ ഉള്ളൂ. ഇപ്പോ അനുമോളുടെ കേസിൽ തന്നെ ഞാൻ പറയാം. അനുമോള് ഞാനിവിടെ ന്യായീകരിച്ചിട്ടില്ല. അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. പലരും എന്റെ കമന്റ് സെക്ഷനിൽ ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസ് അനുമോളുടെ ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് താല്പര്യക്കുറവുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് വിമർശിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ നിലപാട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുമോൾ ഇസ് നോട്ട് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. തുറന്നു പറയാലോ, അനുമോൾ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അല്ല. ഇല്ല. എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ എന്റെ ആശയം, അല്ലെങ്കിൽ എന്റെ ചിന്താഗതി, അല്ലെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു 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 ജീവിത ശൈലിയോ സംസാര ശൈലിയോ അല്ലെങ്കിൽ ചിന്താശൈലിയോ രീതികളോ ഒന്നും അല്ല അനുമോൾക്ക് ആക്ച്വലി ഉള്ളത്. എന്നിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആശയമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് അനുമോൾ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എന്താ പറയാ, അവരുടെ ആശയങ്ങളോടും രീതികളോടും വിയോജിപ്പുണ്ട്. ഇഷ്ടക്കുറവല്ല, അവർ ഹ്യൂമൺ ആണ്, എന്നോടൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ ആക്ച്വലി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിയോജിപ്പുകളും താല്പര്യക്കുറവുകളും അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്സിനൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത്, വിമർശിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷയത്തിനനുസരിച്ച് മാത്രമേ വിമർശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്കിഷ്ടം. അല്ലാതെ നമുക്കിപ്പോ ഒരാളോട് താല്പര്യക്കുറവ് വന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ഷോ കഴിയുന്നവരെ നമുക്ക് അവരെയും ചീത്ത വിളിച്ച് തെറിയും വിളിച്ച് തുപ്പിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ ശരിയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഷോ തീരുന്നവരെ നമുക്ക് ആ വ്യക്തിയുടെ ആശയങ്ങളോട് നല്ല വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിഷയങ്ങൾ വരുമ്പോൾ വിമർശിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഷോ തീരുന്നവരെ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വിമർശനം അല്ലാതായി മാറും. അതൊരു വ്യക്തിഹത്യ എന്നുള്ളൊരു ലെവലിലേക്ക് ആയി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും അപ്പൊ കാണേണ്ടി വരിക. അപ്പോ നമ്മുടെ ക്വാളിറ്റിയെ തന്നെ വീണ്ടും ഹനിക്കുന്നതിന് തുല്യമല്ലേ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ പണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് സീസൺ തൊട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഇനി ആ പരിപാടി കാണിക്കില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് മാറ്റാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അനുമോളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ താല്പര്യക്കുറവുള്ള രീതികളുമായിട്ട് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് അനുമോള്. അപ്പോൾ വിമർശിക്കേണ്ട സമയത്ത് ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്ന് കരുതി ഞാൻ 24 മണിക്കൂറും ഷോ കഴിയുന്നവരെയും അവരെ വിമർശിച്ചുകൊണ്ട് ഇരുന്നിട്ടില്ല. അതേപോലെ തന്നെ എന്താ പറയാ, അതിൻ്റെ അകത്ത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ആൾക്കാർ സംസാരിച്ചതിൽ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരെ ചോദ്യം ചെയ്യാം, അവരുടെ അടുത്ത് ബഹളം വെക്കാം, അവരോട് ദേഷ്യം പ്രകടിപ്പിക്കാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ്, ചില സാഹചര്യത്തിൽ അവർ ഓവർഡു ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധി വിട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു പരിധി വിട്ടിട്ട് ടാർഗറ്റ് ചെയ്ത് ഹെവി ആയിട്ട്, അതായത് നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആട്ടി കണ്ണ് പൊട്ടിക്കും നമ്മള് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കത്തി എടുത്ത് വരഞ്ഞ് ഒരാളെ കൊല്ലാൻ നമ്മൾ കൂട്ടു നിൽക്കില്ലല്ലോ ആർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് കൊല്ലൂല്ല ആരെയും. അതുപോലെ തന്നെ ഇപ്പൊ അനുമോളുടെ എഗെയിൻസ്റ്റ് ആണെങ്കിലും അവരോടുള്ള ദേഷ്യം അമർഷമൊക്കെ ആൾക്കാർക്ക് തീർക്കാം, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് തീർക്കാം. പക്ഷെ ഒരു ടൈമില് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബുള്ളിങ്ങും ഹരാസ്മെന്റും ഒരു എന്താ പറയാ കണ്ടിന്യൂസ്ലി ഡേ ബൈ ഡേ ഓരോ അവേഴ്സ് കഴിയുമ്പോഴും ആ ഒരു ലെവലിൽ പോകുന്നത്, അതിനെ നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ നമുക്ക് അതിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അതൊരു ടോക്സിസിറ്റി ആണ് എന്നുള്ള റിയാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരോട് താല്പര്യക്കുറവുണ്ടെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി
വൺ സൈഡഡ് ആയി പോവില്ലേ എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ, അവർക്ക് എഗെയിൻസ്റ്റ് ഉള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഉള്ളത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ ന്യായീകരിച്ചു എന്നുള്ള രീതിയിൽ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ന്യായീകരിക്കലല്ല, നമ്മൾ പറയുമ്പോൾ എല്ലാ സൈഡും പറയുന്നു എന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളോട് താല്പര്യക്കുറവുണ്ട് പറഞ്ഞ ഷോ തീരുന്നവരെ 24 മണിക്കൂറും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഇവർക്ക് എഗെയിൻസ്റ്റ് പോകുന്ന കാര്യങ്ങൾ പറയണം. ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചെറുതും വലുതുമായിട്ടുണ്ടാവുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കണം, തെറ്റുകളെ കുറിച്ചിട്ട് സംസാരിക്കണം. എല്ലാം ചെയ്യണ്ടേ? നമ്മൾ ചെയ്യുന്നത് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വൺ സൈഡഡ് ആയിട്ട് സംസാരിക്കാനാണോ? അല്ല. ഞാൻ പറഞ്ഞു, ഇമോഷണൽ ആയിട്ടല്ല ഷോവിനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൺമുമ്പിന്റെ അകത്ത് കണ്ടസ്റ്റന്റ് അല്ല, വിഷയങ്ങളും ആ വിഷയത്തോടുള്ള ആളുകളുടെ അപ്രോച്ചും മാത്രമാണ് എന്റെ കണ്ടന്റ്. ആ ലെവലിൽ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെയും ഒരു പരിധി വിട്ട് തലയിൽ വെക്കാനും ആഗ്രഹിക്കുന്നില്ല, പരിധി വിട്ടിട്ട് ഒരാളെ വെറുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ മനസ്സിലേക്ക് ഞാൻ ഈ ഡേർട്ടിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങണം. അപ്പൊ സമാധാനമായിട്ട് കടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ട് സംസാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇമോഷണലി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ രീതിയിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സമാധാനം ഉണ്ടേ, ഇല്ലെങ്കിൽ ഇവിടെ കുത്തും. പിന്നെ എന്താ പറയാ, അനുമോളുടെ കേസ് ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ അവര് ഒരുപാട് കാര്യങ്ങളിൽ മാറാനുണ്ട്. അനുമോൾ അതൊരു ഉപദേശമായിട്ട് എടുക്കണ്ട, ബട്ട് ഉപദേശം തന്നെയാണത്. അനുമോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള വേർതിരിച്ച് കാണുക, അല്ലെങ്കിൽ നല്ല ആണുങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, നല്ല സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എന്താണ് സ്ത്രീയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമൺ കാർഡുകളൊക്കെ ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതേപോലെ തന്നെ അക്ബറിന്റെ നോട്ടം ശരിയല്ല, അക്ബറിന്റെ നോട്ടം കാണുമ്പോൾ പേടിയാവുന്നു, മറ്റേ എന്താണ് ബസ് സ്റ്റാൻഡ് അലിഗേഷൻ, അല്ലെങ്കിൽ ആര്യൻ ഗിസൈൽ വിഷയത്തിലുള്ള എന്താ പറയാ അവരുടെ അനാവശ്യമായ അവിടെ ഒരു എന്താണ് അതില് ഞാനത് കണ്ടു പിടിച്ചു എന്നൊക്കെ ഉള്ള സംഭവം, അൺനെസസറി ആയിട്ടുള്ള സദാചാര സാധനങ്ങള്, ഇങ്ങനത്തെ വള്ളികളൊക്കെ അനുഭവം പിടിക്കുന്നത് വളരെ മോശമാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഞാൻ നോക്കേണ്ട കാര്യമില്ല, പക്ഷെ ഈ ഷോയിൽ നിന്ന് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആശയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ മാറാനുണ്ട്, കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കൂ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അപ്പൊ വളരെ ശ്രമിക്കൂ. ഇപ്പൊ ഞാനും പണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ ചിന്താഗതികളും കുറച്ച് ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യലും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കലും ഒക്കെ ആയപ്പോൾ ഞാനും കുറെയൊക്കെ അങ്ങനെ മാറിയതാണ്. അപ്പോൾ അനുമോളുടെ കേസിലെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഷോയിന്റെ അകത്തേക്ക് വന്നിട്ട് വെറുതെ പോവുക എന്നുള്ളതല്ലല്ലോ. ഷോയിൽ വന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് കുറെ റിയലൈസേഷൻസ് ഉണ്ടാവണം. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പഠിക്കണം. നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അത് വേണം എടുത്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട എന്തൊക്കെ നല്ലത് ചിന്തിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് അനുമോളുടെ കേസിൽ പറയാനുള്ളത്. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാനിത് വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ പറയുകയാണ്. എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ശക്തമായിട്ടുള്ള ഭാഷയിൽ പറയും. വ്യക്തിഹത്യയല്ല, നല്ല രീതിയിൽ വിമർശിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഷോ കഴിഞ്ഞു, ഇനിയിപ്പോ അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ അനീഷിന്റെ കേസിൽ എന്താണ്, എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അയാളാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഷോ തീരുന്നവരെ അയാളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അയാളെ പൊക്കി പിടിച്ചുകൊണ്ട് അനീഷാണ് താരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ അടുത്താണ് 8 മിനിറ്റിന്റെ ഒരു 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ഞാൻ അയാൾക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ അയാളെ ഞാൻ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷോയിനെ അങ്ങനെ കാണുന്നത്. നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവും, പക്ഷെ അയാൾ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണം, പറയുന്നതാണ് അന്തസ്. അത്രയേ ഉള്ളൂ. അതേപോലെ നമുക്ക് താല്പര്യമില്ലാത്ത കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടാവും. പക്ഷെ എന്നും പറഞ്ഞ് 24 മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റുള്ള അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന കാര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കണം, എല്ലാം പറയുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. എന്തായാലും വിഷ് യു ഓൾ ദ സക്സസ്. പ്രേക്ഷകർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ്. കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് എവ്രി വൺ. ഇപ്പൊ അനുമോൾ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, നെബിൻ ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, ടോപ്പ് 5 യു മേഡ് ഇറ്റ്. കപ്പടിക്കുക എന്നുള്ളത് മാത്രമല്ല, കപ്പടിച്ചു കഴിഞ്ഞാൽ വെരി ഗുഡ്. ആരാണെങ്കിലും, അനുമോൾ ആണെങ്കിലും, അനീഷ് ആണെങ്കിലും, അക്ബർ ആണെങ്കിലും, ഷാനവാസ് ആണെങ്കിലും, നെവിൻ ആണെങ്കിലും ഗുഡ്. ബട്ട് കപ്പടിക്കൽ മാത്രമല്ല, 98 ദിവസം 100 days
സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വിജയമാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് യു ഗൈസ് ആർ വിന്നേഴ്സ്. എല്ലാവരും വിന്നേഴ്സ് ആണ്. ടോപ്പ് 5 വന്നിരിക്കുന്ന എല്ലാവരും വിന്നേഴ്സ് ആണ്. അപ്പോ അത്ര എളുപ്പമല്ല അതിൻ്റെ അകത്ത് നിൽക്കുക എന്ന് പറയുന്നത്. മൊബൈൽ ഫോണില്ല, ആഹാരം കുറവാണ്, അത്രയും ക്യാമറയുടെ മുമ്പിൽ ആണ് നാട്ടുകാർ കാണുന്ന അളവുക്ക് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കണം. വീട്ടുകാരായിട്ടുള്ള സംസാരമില്ല, പുറത്തുനിന്ന് നടക്കണം എന്നുള്ളതില്ല. നമ്മുടെ ഇമേജ് എങ്ങനെയാണ് വെളിയിൽ പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക, ഇതിനെ കുറിച്ച് ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പൊ സർവൈവൽ ഗെയിമാണത്, അല്ലെ? അപ്പോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് 100 ദിവസം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. അത് വലിയ വിജയം തന്നെയാണ്, വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോ ഇത്ര പറയാനുള്ളൂ. ശരി, ബൈ.